ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. മരണമണി ഒടുങ്ങാതെ തുടരുകയാണ് മണിപ്പൂരിൽ. വംശീയ കലാപം തുടരുന്ന മണിപ്പൂരിൽ കനത്ത ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംഘർഷം രൂക്ഷമായ ജിരിബാമിൽ ഏറ്റവും ഒടുവിൽ ആൾക്കൂട്ടത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടരുതെന്നാണ് നിർദ്ദേശം. അതേസമയം ഇന്നും മുഖ്യമന്ത്രി ബരേൺ സിംഗും MLA-മാരും ഗവർണറുമായിട്ട് ഉള്ള കൂടിക്കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്നും കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. സംഘർഷത്തിൽ ജിരിമാവിൽ മാത്രം കൊല്ലപ്പെട്ടത് ഇന്ന് 6 പേരാണ്. ഇങ്ങനെ 1.5 വർഷമായി തുടരുന്ന കലാപം ഇപ്പോഴും കത്തി അമരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും മണിപ്പൂർ സർക്കാരിൻ്റെയും ഭാഗത്തുള്ള നിസ്സംഗതയും രാജ്യത്ത് ഒരിക്കൽ കൂടി വീണ്ടും ചർച്ചയാവുകയാണ്. ജനതയാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ അടക്കമുള്ളവർ, വൃദ്ധർ അടക്കമുള്ളവർ. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമായി മണിപ്പൂർ വീണ്ടും രാജ്യത്തിൻ്റെ നെറുകയിലേക്ക് ഉയരുകയാണ്. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ റജി ലൂക്കോസ്, ഒപ്പം കോൺഗ്രസ് നേതാവ് PS സലിം എന്നിവരാണ്. ആദ്യം ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാതി ചേരുകയാണ്. സ്വാതി, മണിപ്പൂരിലെ ഇപ്പോഴത്തെ വിഷയം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ ബരേൺ സിംഗുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, കുറെ ദിവസങ്ങളായി, അതായത് 1.5 വർഷം നീണ്ടുനിന്ന മണിപ്പൂരിലെ ഒരു കലാപം മേബി കുക്കി ഒരു വംശീയ കലാപമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇപ്പോൾ മണിപ്പൂര് സംഘർഷഭരിതമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഇതുവരെ കാണാത്ത തരത്തിൽ അവിടെ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും തുടരെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും അസമിന്റെ അതിർത്തി ജില്ലയായിട്ടുള്ള ജിരിബാമിൽ കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 6ഓളം പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടുത്തെ ക്രമസമാധാന നില സംബന്ധിച്ചാണ്. ഏറ്റവും സാധാരണപ്പെട്ട ആളുകൾ ഈ ഒരു സംഘർഷത്തിൽ വഴിമുട്ടി നിൽക്കുന്ന, ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്ന അതിനുവേണ്ടി എന്ത് നിലപാടാണ് BJP ഭരിക്കുന്ന അല്ലെങ്കിൽ ബീരേൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കുറെ നാളുകളായി ഈ ഒരു സംഘർഷം നിലനിൽക്കുമ്പോൾ പോലും മണിപ്പൂരിൽ ഒരു വിഭാഗീയതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പക്ഷം ചേർന്നുകൊണ്ട് ഈ കലാപത്തെ കൂടുതൽ ആളിക്കത്തിക്കാനുള്ള ഒരു നീക്കമാണ് ബീരേൺ സിംഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ച ബീരേൺ സിംഗിന് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ രാജ്യമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയത്തിൽ BJP ഭരിക്കുന്ന, അതായത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കൂടി ഈ ഒരു അവസരത്തിൽ സംസാരിച്ച് തന്നെ പോകേണ്ടതാണ്. എന്തായാലും ഈ സംഘർഷത്തിന് ഇതുവരെയും അയവ് വരുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ബീരേൺ സിംഗിനെതിരായ വലിയ ജനരോഷം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. മുൻ മന്ത്രിയുടെ വീടിന് നേരെ അടക്കം വെടിവെപ്പ് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക്, അതായത് ഏതൊരു നിമിഷവും തങ്ങൾ കൊല്ലപ്പെട്ടേക്കാം എന്ന ഭീതിയിൽ അവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മണിപ്പൂരിനെ കൊണ്ടെത്തിച്ചതിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ബീരേൺ സിംഗിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതീവ ജാഗ്രത ആ പ്രദേശങ്ങളിലൊക്കെ, അതായത് ആക്രമിക്കപ്പെട്ട ഏറ്റവും ഗുരുതരമായി തുടരുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സേനയെ വിന്യസിച്ചുകൊണ്ട്, കൂടുതൽ പോലീസിനെയൊക്കെ തന്നെയും സ്ഥലത്ത് വിന്യസിച്ചുകൊണ്ട്, മാത്രമല്ല ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ അടക്കം ഉപയോഗിക്കുന്ന ഒരു നിലയിലേക്ക്, കനത്ത ജാഗ്രതയിലേക്ക് സംസ്ഥാനം പോകുന്നു. മാത്രമല്ല ഈ ആൾക്കൂട്ടത്തിനെ വിലക്കുന്നു. അതുപോലെ തന്നെ ആയുധം കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയെന്ന് പറയപ്പെടുമ്പോൾ പോലും ഇവിടുത്തെ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക നിലനിൽക്കുക തന്നെയാണ് അജിംഷാ. തീർച്ചയായും. കാരണം ഈ യുദ്ധസമാനമായ സാഹചര്യം, ആഭ്യന്തര യുദ്ധം രൂക്ഷമായി തുടരുന്നൊരു സാഹചര്യത്തിൽ ഈ യുദ്ധസമാനമായൊരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. കാരണം ഗ്രനേഡുകൾ, ലോങ് റേഞ്ച് റോക്കറ്റുകൾ, ബോംബുകൾ തുടങ്ങിയ ആയുധശേഖരങ്ങൾ കണ്ടെടുക്കുന്നൊരു സാഹചര്യം. ഡ്രോൺ ഉപയോഗിച്ചാണ് പരിശോധനകൾ നടത്തുന്നത്. ഏതാണ്ട് ഒരു യുദ്ധത്തിൻ്റെ സമാനതയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അത് നേരത്തെയും നമുക്കറിയാവുന്നതാണ്. അത് ഒരിക്കൽ കൂടി പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൻ്റെ ആശങ്ക. സ്വാതി, കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ, അതായത് ഈ
മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുറെ നാളുകളായി നീണ്ടു നിൽക്കുന്ന കലാപം ഇത്രയും സംഘർഷത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളിൽ പോലും മാറ്റം വന്നിട്ടുണ്ട്. വലിയ മാരകശേഷി ഉപയോഗിക്കുക, അത്തരത്തിലുള്ള ആയുധങ്ങൾ ഇതിനോടകം തന്നെ സേന കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിന്ന്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു സംഘർഷബദ്ധമായ സാഹചര്യത്തിലേക്ക് ജനങ്ങൾ ഭയപ്പാടോടെ ആ സംസ്ഥാനത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനോടകം അതായത് ഒരു 1.5 വർഷക്കാലമായി ഈ കലാപം തുടരുകയാണ്. ഇവിടെ മൊത്തം 234-ലധികം ആളുകളാണ് ഇതുവരെ ആ കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതലും സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കുക്കി വിഭാഗത്തിലെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. അത്തരത്തിലൊക്കെ തന്നെ നോക്കുമ്പോൾ ജനജീവിതം വലിയ ദുസ്സഹമായും വലിയ ഭീതിയോടെയും ഏതു സമയവും തങ്ങൾക്ക് എന്തും സംഭവിക്കാമെന്നൊരു ഭയപ്പാടിലേക്ക് ഒരു സംസ്ഥാനം മാറുക എന്നുള്ളത് ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പല കൂടിക്കാഴ്ചകൾ ബീരേൻ സിംഗ് കഴിഞ്ഞ ദിവസം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ എന്ത് തീരുമാനമാണ് കൈക്കൊണ്ടത്? ഇവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി, അതായത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഈ മേഖലകളിൽ ജില്ലം അടക്കമുള്ള ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന ജില്ലകളിൽ പോലും വലിയ ആക്രമണങ്ങൾ അതിനുശേഷവും ഉണ്ടായി. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആ കൂടിക്കാഴ്ചയ്ക്കൊന്നും ഒരു ഫലമില്ലാതായി പോകുന്നു, അത് വിഫലമായി പോകുന്ന തരത്തിലേക്ക് മാറി എന്ന് പറയേണ്ടി വരും. ഇന്നും വീണ്ടും ഒരു കൂടിക്കാഴ്ച പറഞ്ഞിരിക്കുകയാണ്. ആ കൂടിക്കാഴ്ചയിൽ ഭരണകക്ഷി MLA-മാരും എപ്പോഴാണ് കൂടിക്കാഴ്ച? ഈ MLA-യും ഗവർണറും ഒക്കെയുള്ള കൂടിക്കാഴ്ച എപ്പോഴാണ് സ്വാതി? ഏകദേശം വൈകുന്നേരത്തോടെ ആ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ കൂടിക്കാഴ്ച പരാജയപ്പെടുന്നതിലേക്ക് നീങ്ങിയത് എങ്ങനെയായിരുന്നു? ഇന്നലത്തെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ആ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഈ ഭരണകക്ഷി MLA-മാരും അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ ഇന്നലെ മന്ത്രിസഭാ യോഗമൊക്കെ വിളിച്ചിരുന്നു. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ പോലും പുറത്തേക്ക് വിട്ടിട്ടില്ല. അതിൽ എന്ത് ഗുണമുണ്ടായി അല്ലെങ്കിൽ എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച, ഇവിടുത്തെ ക്രമസമാധാനം സംബന്ധിച്ച് എന്ത് ചർച്ചയാണ് അതിൽ നടന്നത്, എന്തുകൊണ്ട് അത് പാളിപ്പോയി, ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോലും സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടമോ ഇതിന് തയ്യാറായിട്ടില്ല എന്ന് വേണം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇന്നും വീണ്ടും ഒരു കൂടിക്കാഴ്ചയിലേക്ക് ഈ സംസ്ഥാനം പോകുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ അക്രമ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയപ്പോൾ പോലും ഇവർ വലിയ തരത്തിൽ മൗനം പാലിച്ചിരുന്നു. നേരത്തെ എപ്പോഴെങ്കിലും ഈ ഒരു സമീപനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് വലിയൊരു ചർച്ചയോ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള തരത്തിലേക്ക് സംസ്ഥാന ഭരണകൂടം നേരത്തെ നീങ്ങിയിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഈ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അവിടുത്തെ ജനതയ്ക്ക് കുറച്ചുകൂടി സുരക്ഷിതത്തോടെ ഉറങ്ങാൻ കഴിയുമായിരുന്നു. അതൊക്കെ തന്നെയും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിൽ BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള കൂടിക്കാഴ്ചകളിലെങ്കിലും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ജനങ്ങളാകെ ഉറ്റുനോക്കുന്നത്. അജിൻ ഷാ. ശരി സ്വാതി, ഞാൻ കൂടുതൽ വിവരങ്ങൾക്ക് സ്വാതിയിലേക്ക് തന്നെ എത്താം. ഇപ്പോൾ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീ റജി ലൂക്കോസ് ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. റജി ലൂക്കോസ്, ഒരു നാട്ടിൽ ഇന്ത്യയെപ്പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു സംസ്ഥാനം ഇങ്ങനെ കത്താൻ തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. പ്രധാനമന്ത്രി പ്രതികരിക്കാതിരുന്ന ഘട്ടങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അരവരി ഒന്ന് പരാമർശിച്ച് പോകുന്നതിലേക്കാണ് മണിപ്പൂർ എത്തിച്ചത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ നിസ്സംഗതയാണ് ഇതിൽ നിന്നൊക്കെ ബോധ്യമാകുന്നത്. വീണ്ടും അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അജിം സാഹിബ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയ്ക്കും വലിയൊരു വംശീയകലാപം, കൂട്ടക്കുരുതി, ഒരു വർഗത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള കലാപം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. 1 വർഷവും 5 മാസവുമായി മണിപ്പൂർ. കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ 2023 മെയ് മാസം ആദ്യമാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും നമ്മളെ വിഷമിപ്പിക്കുന്നതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ സുരക്ഷ മുഴുവനും പാലിക്കാമെന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ സമയം വരെ ആ സംസ്ഥാനം ഒന്നും സന്ദർശിച്ചിട്ട് പോലില്ല. അവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടത്. റഷ്യ ഉക്രൈൻ യുദ്ധം ഏതാണ്ട് 2.5 വർഷക്കാലമായി 4 ലക്ഷത്തിലേറെ ജനങ്ങൾ, പട്ടാളക്കാർ ഉൾപ്പെടെയുള്ളവർ അവിടെ മരണപ്പെട്ടു കഴിഞ്ഞു. ലോകത്തിലെ വമ്പൻ ശക്തികൾ പലരും ശ്രമിച്ചിട്ട് ആ യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയിലെ മോസ്കോയിൽ വ്ളാഡിമിർ പുടിനെയും അതുപോലെ തന്നെ വളരെ റിസ്ക് എടുത്തിട്ട് പോളണ്ടിന്റെ അതിർത്തിയിൽ നിന്നും 14 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഉക്രൈന്റെ തലസ്ഥാനത്ത് ചെന്ന് അവിടുത്തെ ഭരണാധികാരി ലെവൻസ്കിയുമായിട്ടൊക്കെ ചർച്ച നടത്തി.
യുദ്ധം, അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ പുടിൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ റിസൾട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് നമ്മളൊക്കെ വാർത്തകൾ കേട്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പുടിന്റെ ഭാഗത്ത് പ്രതികളുണ്ട്. അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വന്തം രാജ്യത്ത്, ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനം, കേവലം 28 ലക്ഷം മാത്രം ജനങ്ങൾ പാർക്കുന്ന ആ നാട്ടിൽ നടക്കുന്ന പിന്നെ മെയ്തേ എന്ന് പറയുന്ന പിന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആദിവാസി ഗോത്രവർഗക്കാരും നമ്മുടെ മറ്റു ഒരു വംശമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും തമ്മിൽ നടക്കുന്ന ഈ വംശഗതി, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വശം എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആരാധനാലയങ്ങൾ ഏതാണ്ട് 600ഓളം ആരാധനാലയങ്ങൾ കത്തിച്ച് നശിപ്പിച്ചു കഴിഞ്ഞു. ഇംഫാൽ രൂപതയുടെ ആസ്ഥാനം ബിഷപ്പ് ഹൗസിൽ പോലും 8 മാസക്കാലത്തോളം അവിടുത്തെ ബിഷപ്പിന് പ്രവേശനം പോലും ലഭിച്ചിട്ടില്ല. കുക്കി വംശജരുടെ ഏതാണ്ട് 60,000-ൽ ഏറെ വരുന്ന ക്രിസ്ത്യൻ സമൂഹം ഇപ്പോഴും അവിടുത്തെ വനാന്തരങ്ങളിലും അവിടുത്തെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഈ നിമിഷം വരെ ഏതാണ്ട് 250-ന് മേൽ കുക്കി വംശജര് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൊന്നൊടുക്കിയിട്ട് പോലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി 8 മാസങ്ങൾക്ക് ശേഷമാണ് 2 വരി അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഈ രാജ്യം പോലെ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ സൈന്യശക്തിയായി ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വംശീയ കലാപം തോന്നുന്നു. അപ്പൊ അത് അവർ ചെയ്യാനായിട്ടല്ലേ ഈ പറയുന്ന റഷ്യക്കും ഉക്രൈനിലേക്കൊക്കെ ഒരു വലിയ യുദ്ധം അവസാനിപ്പിക്കാൻ മീഡിയേറ്ററായി പോയ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത് അവസാനിപ്പിക്കാൻ പാടില്ല എങ്കിൽ പിന്നെ അതിന് ലക്ഷ്യം ദുരൂഹതയല്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ 56% മെയ്തികളുണ്ട്, ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവര്. ഇപ്പൊ ഏതാണ്ട് 49% ഉള്ളൂ. അവർ താമസിക്കുന്നത് ഇംഫാൽ താഴ്വരയിലാണ്. ഞാൻ ഈ മണിപ്പൂർ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഇംഫാൽ താഴ്വരയിലാണ്. വളരെ സുരക്ഷിതമായ സാമ്പത്തികപരമായിട്ടും ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഇംഫാൽ താഴ്വരയിലാണ് അവർ മഹാഭൂരിപക്ഷം താമസിക്കുന്നത്. എന്നാൽ കുക്കികൾ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതിലേതാണ്ട് 99% ക്രിസ്ത്യൻ സമൂഹമാണ്. അവർ താമസിക്കുന്ന മലനിരകളിലാണ്. വളരെ പാതറ്റിക് ആയ സിറ്റുവേഷനിലാണ് ആ വിഭാഗം ജനങ്ങൾ താമസിക്കുന്നത്. അവരെയാണ് ഈ മെയ്തികൾ ടാർഗറ്റ് ചെയ്യുന്നത്. അവരിൽപ്പെട്ടവരിലാണ് 250-ൽ ഭൂരിപക്ഷവും കൊല ചെയ്യപ്പെട്ടത് ഈ കുക്കി വംശയിൽപ്പെട്ടവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് അവിടുത്തെ സൈന്യത്തെ ഇറക്കി അല്ലെ അതിന്റെ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കാൻ ശ്രമിക്കാതിരുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് പോയ മാധ്യമപ്രവർത്തകരും ആദ്യഘട്ടത്തിൽ അവിടെ ലാൻഡ് ചെയ്ത സീതാറാം യെച്ചൂരി, അതുപോലെ രാഹുൽ ഗാന്ധി, ഇവരെ പോലെയുള്ളവരും ആനി രാജയെ പോലുള്ളവരാ ഉള്ള ദേശീയ നേതാക്കളുടെ സന്ദർശനത്തിന് ശേഷമാണ് ഈ ഭീകര വസ്തുതകൾ ലോകം അറിഞ്ഞത്. എന്തായാലും കാരണം അറിയോ? മാധ്യമങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. ഇംഫാലിൽ നിന്ന് ബാരിക്കേഡിട്ട് അവരെ വിലക്കിയിരിക്കുകയാണ്. നമ്മുടെ ജെയ്സി തോമസ് ആദ്യഘട്ടത്തിൽ അവിടെ യാത്ര ചെയ്തു. അദ്ദേഹത്തിനും കലാപാന്തരീക്ഷം നടക്കുന്നിടത്തേക്ക് പോകാൻ പറ്റില്ല, എങ്കിലും ധൈര്യപൂർവ്വം അവിടെ യാത്ര ചെയ്തു. ജെയ്സിലൂടെ ഒക്കെയാണ് നമ്മൾ ഈ വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയേ, ഒരു വംശഹത്യ നടത്താൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണെന്നുള്ളവർ ആരെങ്കിലും ആരോപിച്ച് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അവിടെ രാത്രികളിൽ പകലുമില്ലാതെ കൊണ്ട് സ്ത്രീകളെ, നമുക്കറിയാമല്ലോ, വനിതകളെ നഗ്നരാക്കി അവിടെ ഈ പറയുന്ന മെയ്തികൾ എന്താ പറയാ തല്ലി ചതച്ച് പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്ത് തൂക്കിക്കൊന്ന ചരിത്രമുണ്ട്. മണിപ്പൂരിലെ പോലീസ് സേന നോക്കി നിൽക്കുകയായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു ആശ്വാസം എന്ന് പറയുന്നത് ആസാർ റൈഫിളിന്റെ പട്ടാൾക്കാർ മാത്രമേ നൽകുന്നുള്ളൂ. എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് അവരുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നില്ല? തീർച്ചയായും ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്ന തരത്തിൽ വിവസ്ത്രയാക്കി ആ മണിപ്പൂരിലെ വനിതയെ നടത്തിച്ചത് അത് ഒന്നല്ല, നിരവധി സംഭവങ്ങളുണ്ട്. ചിലത് മാത്രമാണ് ഈ വിഷ്വലിലൂടെ പ്രാധാന്യം ആയി ലോകം മുഴുവൻ ശ്രദ്ധ നേടിയത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നു. പക്ഷേ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പരിഹാരത്തിലേക്ക് പോകുന്ന മോദിക്കും മോദി സർക്കാരിനും മണിപ്പൂർ എന്ന ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുന്നില്ല. ഇതാണ് കാതലായ ചോദ്യമായി റജി ലൂക്കോസ് മുമ്പോട്ട് വെക്കുന്നത്. തീർച്ചയായും മണിപ്പൂർ വീണ്ടും കലാപത്തിൻ്റെ നെറുകയിലേക്ക് പോകുമ്പോൾ കലാപം അവിടെ തീർക്കുന്ന അന്തരീക്ഷം വളരെ കലാപകലുഷിതം തന്നെയാണ്. കാരണം ഏറ്റവും ഒടുവിൽ ഈ 6 പേർ മരിക്കുന്നതിലേക്ക് പോലും വെടിവെപ്പ് പോകുന്നു. മാത്രമല്ല സൈന്യം അവിടെ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം സൈന്യത്തിന് പോലും നിയന്ത്രിക്കാനാകാത്ത വിധം കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. വീണ്ടും ഒരു വിഭാഗത്തെ മാത്രം പിന്തുണയ്ക്കുന്നു കേന്ദ്ര സർക്കാരും മണിപ്പൂർ സർക്കാരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉയരുന്നത്. ഈ വിഷയത്തിൽ PS സലിം കോൺഗ്രസ് നേതാവ് കൂടിച്ചേരുകയാണ്. അഡ്വക്കേറ്റ് PS സലിം, എന്താണ് ഒരു സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? 1.5 വർഷത്തിലധികമായി ഇങ്ങനെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് മോദിക്ക് അതേ സംബന്ധിച്ച് പ്രതികരിച്ചിട്ട് പോലുമില്ല. അത് വളരെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അരവരി പ്രതികരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം എവിടെയാണ് എന്ന ചോദ്യം രാജ്യത്ത് ഉയർന്നാൽ തെറ്റുണ്ടോ?
അല്ല അജിംഷാദെ, ഉം. ആദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ കലാപത്തിന്റെ മുറിവുകൾ ഏറ്റെടുക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ ഓടിയെത്തിയ ഇന്ത്യയിലെ ഏക നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നുള്ള വിവരം അങ്ങയുടെ ഒരു 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 ഓർമ്മയെ ഒന്ന് ഞാനൊന്ന് ഉണർത്തുകയാണ്. ഉം. രണ്ടാമത്തെ വിഷയം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ മണിപ്പൂരിൽ സംഭവിച്ച കാര്യങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും കണ്ടിരുന്നതാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരയുടെ ചരിത്രത്തിൽ ഇത്രയധികം നീണ്ട ഒരു കലാപങ്ങൾ രണ്ട് ചേരികളായി ഒരു സംസ്ഥാനത്തെ ജനതകൾ കലാപത്തീയിൽ അവർ വെന്തുരുകുമ്പോഴും റോമാനഗരം കത്തിയെറിയുമ്പോൾ വീണ വായിക്കുന്ന നീരോ ചക്രവർത്തിയുടെ മാനസികാവസ്ഥയോടെ ആയിരുന്നു ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്. ആ പാർട്ടി തന്നെയാണ് മണിപ്പൂരും ഭരിച്ചുകൊണ്ടിരുന്നത്. ആ കലാപത്തെ അടിച്ചമർത്താനോ ആ കലാപത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനോ കഴിയാത്ത ഒരു സാഹചര്യം. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മണിപ്പൂരിൽ ഈ കലാപങ്ങളെല്ലാം അവിടെ അവസാനിച്ചു, മണിപ്പൂര് സമാധാനത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്നു എന്നൊരു പ്രതീതി കൊടുക്കാനുള്ള ഒരു ശ്രമം നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 400 എന്ന സ്വപ്നം നടന്നില്ലെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരമേൽക്കുന്നു. നമ്മുടെ മുമ്പിൽ കൃത്യമായി സൂചനകൾ ഉണ്ടായിരുന്നു. വീണ്ടും മണിപ്പൂരിൽ കൃത്യമായി ഭരണകൂടം ഒരു ചേരിയിൽ നിന്നുകൊണ്ട് അവിടെ വീണ്ടും കലാപത്തിന് തുടക്കം കുറിക്കുന്നെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. രാജ്യത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, ഈ രണ്ട് ഗവൺമെന്റുകളും അതിന് തയ്യാറാകാതെ വരികയും വീണ്ടും ഒരിക്കൽ കൂടി ജാതീയമായ ചേരിതിരിവിലൂടെ ഒരു ജനതയെ വീണ്ടും ഒരിക്കൽ കൂടി ചോരപ്പുഴ ഒഴുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ ആപൽക്കരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇത് മണിപ്പൂരിലുണ്ടായിരിക്കുന്നത്. ഇത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളൊക്കെ അപൂർവമായി ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുകയും അവിടെയൊക്കെ ഒരു ഘട്ടത്തിലെങ്കിലും പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മണിപ്പൂരിൽ സമാധാനം അകലെയാണ്, വളരെ അകലെയാണെന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് അവിടെ ഈ മണിക്കൂറുകളിൽ സംഭവിക്കുന്ന ഒരു മഹാദുരന്തത്തിന് ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ മതേതര രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യയുടെ ഭരണാധികാരികൾ അതിക്രൂരമായ മാനസികാവസ്ഥയോടുകൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇത് തീർച്ചയായും പ്രതിഷേധാർഹമാണ്. തീർച്ചയായും ഇവിടെ കാണേണ്ട ചില വസ്തുതകളുണ്ട്. കാരണം ഒരു ജനത ദുരിതം അനുഭവിക്കുന്നു, അതിനെ കേവലം ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ്, അത് ചരിത്രാതീത കാലം മുതലേ തുടരുന്ന വൈര്യമാണ് എന്ന അർത്ഥത്തിലാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞു പോകുന്നത്. ശരിയാണ്, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അവിടെ എത്തി, യെച്ചൂരി അടക്കമുള്ളവർ അവിടെ എത്തി, അങ്ങനെ പ്രതിപക്ഷ നിര അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ രാജ്യത്ത് കോൺഗ്രസ് എന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഈ വിഷയം അവിടെ കൊണ്ട് ഒതുങ്ങാമോ? ഇപ്പോഴും അവിടെ വീണ്ടും കലാപം ഉണ്ടാകുമ്പോൾ എന്താണ് ആ ജനതയ്ക്ക് വേണ്ടി പാർലമെൻറ്റിലടക്കം ഇടപെടുന്നത്? ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെയല്ലോ, ഇന്ത്യ മുന്നണിക്ക് വളരെ ശക്തമായ ഒരു സാന്നിധ്യമുണ്ട്, ദുർബലമാണ് ആ അർത്ഥത്തിൽ BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ എന്നുള്ള ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ പ്രശ്നത്തിലേക്ക് ക്രിയാത്മകമായ ഇടപെടലുകൾ സാധ്യമാകുന്നില്ല. ഉണ്ടോ ശ്രീ PS സലിം? അവർ ദുർബലമാകുന്നോ ഇല്ലയോ എന്നുള്ളതല്ലോ ചോദ്യം. രാജ്യം ഭരിക്കുന്നതും മണിപ്പൂർ ഭരിക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UP അല്ലല്ലോ. ഈ രാജ്യവും ആ സംസ്ഥാനവും ഭരിക്കുന്നത് BJP ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൃത്യമായും ഒരു ചേരിയിൽ നിന്നുകൊണ്ട് ഇവിടെ അജിംഷാ സൂചിപ്പിച്ചതുപോലെ ഇത് നൂറ്റാണ്ടുകളായി തുടരുന്ന ഗോത്രവർഗങ്ങളുടെ വൈര്യം എന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു വൈര്യമൊന്നും മണിപ്പൂരിലോ അല്ലെങ്കിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വളരെ നേരിയ തോതിലുള്ള ചില സ്വാഭാവികമായ ചില സംഭവ വികാസങ്ങൾ അതിന്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നൊന്നും ഒരു ഭരണകൂടവും ആ തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല.
അല്ലെങ്കിൽ മുറിവേറ്റ് നിൽക്കുന്ന ഒരു ജനതയെ സാന്ത്വനിപ്പിക്കാൻ കഴിയാതിരുന്നിട്ടുമില്ല. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്തത് അവിടെ മണിപ്പൂരിൽ പോയി ഏതെങ്കിലും ഒരു വിഭാഗത്തിനടുത്തല്ല പോയത്, ഇരു വിഭാഗത്തിനടുത്തും അവിടെ മുറിവേറ്റ് നിൽക്കുന്ന ഇരു വിഭാഗങ്ങളുമായി സംവേദിക്കാനും അവരുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാനും അവരുടെ കണ്ണുനീരൊപ്പാനുമുള്ള ഏറ്റവും ക്രിയാത്മകമായ ശ്രമം നടത്തിയ ഒരു ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ഞാൻ മറ്റാരുടെയും ഇടപെടലിനെ കുറിച്ച് ഞാനത് ചെറുതായി കാണിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഈ രാജ്യം ഭരിക്കുന്നത് BJP ആണ്, ഈ സംസ്ഥാനം ഭരിക്കുന്ന മണിപ്പൂരാണ്. അവർ ഈ ഒരു കൃത്യമായ ഈ കലാപത്തിന് ഇന്ധനം പകരുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നിടത്തോളം കാലം മണിപ്പൂരിൽ സമാധാനമുണ്ടാക്കാൻ ഇന്ത്യയിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും തീർച്ചയായും ഇതിനകത്തൊരു തിരുത്ത് ആവശ്യമുണ്ട്. അതായത് ഈ മണിപ്പൂരിലെ കേന്ദ്ര സർക്കാരിൻ്റെയും മണിപ്പൂരിലെ BJP സർക്കാരിൻ്റെ ഇടപെടലുകളിൽ ഒരു തിരുത്ത് ആവശ്യമുണ്ട്. അവിടുത്തെ ജനതയ്ക്ക് സമാധാനം ഉണ്ടാകണം, അത് അവരുടെ അവകാശമാണ്. ഇതിലേക്ക് പോകേണ്ട ക്രിയാത്മകമായ എന്തൊക്കെ നടപടികളാണ് നമുക്ക് ആകാനാകുന്നത്, ഇതൊക്കെ നമുക്ക് ആലോചിക്കാം. ശ്രീ റജി ലൂക്കോസ്, ഈ മണിപ്പൂരിലെ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിന് നേരെ പോലും റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം എവിടെയാണ് യഥാർത്ഥത്തിൽ? വാസ്തവത്തിൽ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ നമ്മൾ ഞെട്ടിക്കുന്ന ചില വസ്തുതകളുണ്ട് അജിംഷാദെ. അതായത് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരായ ചില സാമ്പത്തിക ആർത്തി മൂത്ത് മണിപ്പൂരിനെ ഇങ്ങനെ ഒരു ബലിയാട് ആക്കി വംശകത്തിലേക്ക് നയിച്ചെന്നുള്ള കഥ അക്കാലത്ത് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വിദേശ മാധ്യമങ്ങൾ, ചില ദേശീയ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനങ്ങളിൽ മുൻനിരയിലാണ് ഈ മണിപ്പൂർ എന്ന് പറയുന്നത്. അത് മുഴുവനും അവിടുത്തെ മലനിരകളില്ല. ആ മലനിരകളിൽ താമസിക്കുന്നത് മഹാപുരുഷ ഏതാണ്ട് എല്ലാവരും തന്നെ കുക്കി വംശത്തിൽപ്പെട്ടവരാ, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാ. അപ്പൊ അവര് എപ്പോഴും ദേശസ്നേഹികളാണ്. അതിനൊരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ നാഷണൽ ആന്തം, അതുപോലെ നമ്മുടെ ഇൻഡിപെൻഡന്റ് ഡേ, റിപ്പബ്ലിക് ഡേ ഒക്കെ ഈ കുക്കികൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. എന്നാൽ മെയ്തികൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരം കാര്യമായിട്ട് ആഘോഷിക്കാറില്ല. അവർ പതാകകൾ പോലും ഉയർത്താറില്ല. ഈ രാജ്ഭവനിലും മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലൊക്കെ ആഘോഷിക്കാറുള്ളൂ. അതിൽ ഒരു മെയ്തി രാജ്യസഭ MP 2012 അജിംഷാദിന്റെ ഓർമ്മയിൽ അത് വരുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നത്, അല്ലെ സലീംഖയുടെ ഓർമ്മ വരും. ഈ മെയ്തി വിഭാഗത്തിൽപ്പെട്ട ഒരു രാജ്യസഭ MP 2012 ഇംഗ്ലണ്ടിൽ ചെന്ന് ഞങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യം ആവശ്യമാണെന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കി. അത് അവിടുത്തെ ഒരു മാധ്യമമായിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞതാ. അത് വലിയ വിവാദമായിരുന്നു അക്കാലത്ത്. അത് നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താ. അപ്പൊ അവരെല്ലാം ഈ ചൈനയോട് താല്പര്യമുള്ളവരാണെന്നുള്ളൊരു സംശയം ചരിത്രപരമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. നോർത്ത് ഈസ്റ്റൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എന്നാൽ കുക്കികൾ അങ്ങനെയല്ല. ഈ കുക്കികൾ ഈ ധാതു കൊള്ളയ്ക്ക് എതിരാ. അപ്പൊ അവരെ ഈ ഒരു രീതിയിൽ ഈ മെയ്തികളെ ഇറക്കി വിട്ട് അവരെ വംശനാശത്തിലേക്ക് കൊണ്ടുവരില്ല, അവരെ അവിടുന്ന് ആട്ടി ഓടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിന്റെ പിന്നിൽ ഒന്നുണ്ടെന്നുള്ളവരോ അക്കാലത്ത് ഭയങ്കര വാർത്തയായിരുന്നു. ഒന്ന്. രണ്ടാമത് ഈ വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹം ഒന്ന് ചലിച്ചു തുടങ്ങിയത് എങ്ങനെയാ, അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത് എങ്ങനെയാ? സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ സലീം പറഞ്ഞ കറക്റ്റാ. രാഹുൽ ഗാന്ധി അവിടെ ലാൻഡ് ചെയ്തു. രാഹുൽ ഗാന്ധിയെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചു ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന്. അതേസമയം അദ്ദേഹം അവിടെ ഇംഫാൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ നിഷേധിച്ചു. പക്ഷെ അദ്ദേഹം അവിടെ എത്തി, ആളുകളൊക്കെ കണ്ടു. തൊട്ടുപുറകെ പോയി സീതാറാം യെച്ചൂരിക്ക് ഇതുപോലത്തുള്ള അനുഭവങ്ങളുണ്ടായി. മാധ്യമ പ്രവർത്തകർക്ക് ഒരു ലൈൻ, ഒരു ബാരിക്കേഡ് ഇട്ട് അതിനപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല, അത് ബുള്ളറ്റ് പ്രൂഫിൽ ഇരിക്കണം. മലയാളി മാധ്യമ പ്രവർത്തകർ അവിടെ എത്തി. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന കൊടും ക്രൂരത, ഇത്തരം കൊള്ളയടിക്ക് വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊന്നൊടുക്കി അവരെ വംശഹത്യ നടത്തി, അല്ലെങ്കിൽ അവരോട് ആട്ടി ഓടിക്കാനുള്ള ഒരു കുതന്ത്രം, ഇതൊക്കെ ഇതിന് പിന്നിലുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ ഇവിടെ സലീം പറഞ്ഞ പോലെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാ, എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സൈന്യശക്തിയായ ഇന്ത്യക്ക് 28 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് നടക്കുന്ന ഈ വയലൻസിനെ, ഈ ആഭ്യന്തര യുദ്ധം തന്നെയാ, അതൊരു കലാപമായിട്ട് മാറിക്കഴിഞ്ഞു, ഇത് ഒതുക്കാൻ സാധിക്കാത്തത്? ഏതാണ്ട് 13 ലക്ഷത്തോളം പട്ടാളക്കാർ നമുക്കിവിടെ ഉണ്ട്, പാരാമിലിറ്ററി ഫോഴ്സ് ഇവിടെ ഉണ്ട്, മറ്റ് അത്യന്താധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തയല്ലേ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ കേൾക്കുന്നത്? ഹൂതികളും അതുപോലെ തന്നെ ഹമാസൊക്കെ ഉപയോഗിക്കുന്ന റോക്കറ്റും ഡ്രോണൊക്കെ അവിടെ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. എവിടുന്ന് കിട്ടി ഇവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ? എവിടുന്ന് കിട്ടി? അവിടെ ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് മെയ്തികളുടെ ചെറുപ്പക്കാർ പലരും ബോംബ് പൊട്ടി മരിച്ചിട്ടുണ്ട്. എവിടുന്ന് കിട്ടി? ഇന്നലെ അവിടെ മരിച്ചതിൽ ഒരാള് റോക്കറ്റ് വീണ 7 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് ശേഷിയുള്ള ഇത്രയും ഭീകരമായ ആയുധങ്ങൾ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്?
അതുമാത്രമല്ല നേരത്തെയും ഈ സർക്കാർ അനുകൂലം എന്ന് പറയുന്ന രീതിയിലുള്ള, അതായത് സംഘപരിവാർ അനുകൂലം ഉള്ള രീതിയിലുള്ള ആ വിഭാഗങ്ങളുടെ ഈ പോയിന്റുകളൊക്കെ കാവൽ നിന്നിരുന്നത് സൈന്യമാണ് എന്ന ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയൊക്കെ ഒത്താശ കിട്ടാതെ, ഭരണകൂട ഒത്താശ കിട്ടാതെ ഇത്രയേറെ ആയുധങ്ങൾ അവിടേക്ക് ഇറക്കാനാകില്ല. അല്ല, വേറൊരു ഉദാഹരണം പറയാം. കുക്കി വംശത്തിൽപ്പെട്ട ഒരു MLA, അദ്ദേഹത്തിനെ ഈ മെയ്തികൾ അതിക്രൂരമായിട്ട് ക്രൂശിച്ച് ഇംബാൽ ആശുപത്രി അതിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് ബൈറ്റുകൾ മലയാളം ചാനലുകൾ അത് കൊടുക്കുക. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒന്ന് എയർലിഫ്റ്റ് ചെയ്യാൻ പോലും ഈ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അത് വലിയ വാർത്തയായിരുന്നു. അത് അജിംഷാദ് ഓർക്കുന്നുണ്ടായിരിക്കും സംഭവം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, കൃത്യമായ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ന്യൂനപക്ഷ വേട്ടയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തർക്കമില്ല. ഇത് തന്നെയല്ലേ ഛത്തീസ്ഗഡ് നടന്നത്, ഇത് തന്നെയല്ലേ കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പ് കർണാടക നടന്നത്, ഇതല്ലേ രാജസ്ഥാനിലും ബീഹാറിലും മധ്യപ്രദേശിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ചെറിയ ആവർത്തനങ്ങളല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈ രാജ്യത്ത് വേണ്ട, ഇനി അധികം വേണ്ട. ഇപ്പൊ നമ്മുടെ മാർപ്പാപ്പയെ ഒന്ന് എടുത്തു നോക്കിയേ. ഒരൊറ്റ ഉദാഹരണം പറയാം, അത് ജനങ്ങൾ കേൾക്കട്ടെ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പരിവർത്തനവാദിയാണ്, പരിസ്ഥിതിവാദിയാണ്, ലോകം ആദരിക്കുന്ന ഒരു മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകരാഷ്ട്രങ്ങൾ പോലും ആദരവോടെ കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ 4ാം സന്ദർശനമാണ്, ഏഷ്യൻ സന്ദർശനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്തോനേഷ്യ, ഇപ്പൊ അദ്ദേഹം എനിക്ക് തോന്നുന്നത് പാപ്പുവ ന്യൂഗിനിയിലോ പറ്റിയ. ഇത്രയും വർഷങ്ങളായിട്ട് തനിക്ക് ഇന്ത്യ സന്ദർശിക്കുന്ന ആഗ്രഹമുണ്ടെന്ന് 2 തവണ BBC അഭിമുഖം കൊടുത്തപ്പോൾ പറഞ്ഞ ആ മാർപ്പാപ്പയെ ഏതാണ്ട് 4.5% ക്രിസ്ത്യാനികളുള്ള ഈ രാജ്യത്ത്, കത്തോലിക്ക സമൂഹമുള്ള ഈ രാജ്യത്ത്, അതുപോലെ തന്നെ ഈ രാജ്യം മുഴുവനും സേവനങ്ങൾ നടത്തുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ആരാധന കേന്ദ്രമായ യഥാർത്ഥ മറ്റു മതസ്ഥരും നമ്മുടെ ബഹുമാനപ്പെട്ട മാർപ്പാപ്പയുടെ സന്ദർശനം കൊതിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ആ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല? എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? മ്യാൻമാറിൽ വന്നു, ശ്രീലങ്കയിൽ വന്നു, തായ്ലൻഡിൽ വന്നു, സിംഗപ്പൂരിൽ വന്നു, മലേഷ്യയിൽ വന്നു, ഇന്തോനേഷ്യയിൽ ഇപ്പൊ വന്നു അദ്ദേഹം. എന്നിട്ട് പോലും ഈ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ വന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല? നമ്മുടെ പ്രധാനമന്ത്രി 6 മാസങ്ങൾക്ക് മുമ്പ് വത്തിക്കാനിച്ചത് അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹം പറഞ്ഞു, മാർപ്പാപ്പയെ ക്ഷണിച്ചിട്ടുണ്ട്, വരൂ എന്ന് പറഞ്ഞു. എവിടെ എത്തി? അപ്പൊ ഒരു അജണ്ട ഇവിടെ വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഈ RSS BJPക്കാരെ പിന്തുണയ്ക്കുന്ന ഇവരെ ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതാ ഞങ്ങളൊക്കെ പല രീതിയിലും സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത്. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വേട്ടയാണ്, അവരുടെ സുരക്ഷിതയില്ലായ്മയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തില് ഒരു മലയാളി മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ ഒരു പാതിരി, ഒരു പ്രീസ്റ്റ്, ഒരു അച്ഛൻ, അദ്ദേഹം സകല മാധ്യമങ്ങളിൽ അക്കാലത്ത് ചർച്ച വരുമായിരുന്നു. അദ്ദേഹം എന്റെ ഒരു ആത്മസുഹൃത്തുക്കളിൽപ്പെട്ട ഒരാളാ. അദ്ദേഹം മണിപ്പൂരിൽ ചെന്ന് അദ്ദേഹം പുറത്തുവിട്ട യാഥാർത്ഥ്യങ്ങള് ഞടുങ്ങിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഞെട്ടിക്കൊണ്ട് കാണാൻ പറ്റുള്ളൂ. അദ്ദേഹമൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ സീതാറാം യെച്ചൂരിയുടെയും ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെയും ബൃന്ദാ കാരറ്റിന്റെയും ആനി രാജ ഉൾപ്പെടെയുള്ളവര്, നമ്മുടെ ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ളവരൊക്കെ അവിടെ സന്ദർശിച്ച്, ധീരമായിട്ട് സന്ദർശിച്ച് അവരൊക്കെ പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടായിരുന്നുള്ളൂ. മണിപ്പൂരിനെ കുറിച്ച് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, മണിപ്പൂരിലെ വഴികളിലൂടെ പട്ടാളക്കാരുടെ അകമ്പടി പോലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആർമി അവിടെ നോക്കുകുത്തിയ. ആരാണ് നമ്മുടെ സൈനികരെ അവിടെ നോക്കുകുത്തിയാക്കിയിരിക്കുന്നത്? ഇവിടെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് നമ്മുടെ പട്ടാളക്കാരല്ലേ. ബംഗ്ലാദേശിന് അത്രയ്ക്കും ധീരരായ നമ്മുടെ പട്ടാളക്കാരെ ആരാണ് നിർവീര്യരാക്കിയിരിക്കുന്നത്? 24 മണിക്കൂർ പോലെ ഈ കലാപം അവസാനിപ്പിക്കാൻ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉള്ള ഞാൻ നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തത് എത്രയാ? 6000 കിലോമീറ്റർ ദൈർഘ്യമുള്ള മിസൈൽ വികസിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്താണ് ഒരു വിഭാഗത്തിൽപ്പെട്ട കലാപകാരികള് റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു, ഡ്രോൺ വഴി ആക്രമണം നടത്തുന്നു. നമുക്കൊക്കെ ഇത് കേട്ടുകേൾവിയുള്ളൂ. എന്ത് ജനാധിപത്യമാണ് ഈ രാജ്യത്തുള്ളത്? എന്ത് സുരക്ഷയാണ് ഈ രാജ്യത്ത് ജനങ്ങൾക്കുള്ളത്? എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുന്നില്ല? അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മണിപ്പൂർ ഒഴിച്ചുള്ള നോർത്ത് ഈസ്റ്റിലെല്ലാം അദ്ദേഹം പോയല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം പോകുന്നില്ല? വീരേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല? കാരണം വളരെ വ്യക്തമാണ്. അദ്ദേഹം മെയ്തി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എന്തുകൊണ്ട് ആ മുഖ്യമന്ത്രി, ഇത്രയ്ക്കും കഴിവുകെട്ടൊരു മുഖ്യമന്ത്രി, അല്ലെ മനഃപൂർവ്വം ഈ ആക്രമണങ്ങൾ തടയാത്തൊരു മുഖ്യമന്ത്രി എന്തുകൊണ്ട് അവർ മാറ്റിയില്ല? ഹരിയാനയിലെ മുഖ്യമന്ത്രി കഴിവട്ടനാന്ന് പറഞ്ഞ് മാറ്റി, ഖട്ടറിനെ മാറ്റിയില്ലേ കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുമ്പ്? എവിടെയെല്ലാം അവർ മുഖ്യമന്ത്രിമാരെ മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ മനുഷ്യരെ മാറ്റുന്നില്ല? അപ്പൊ അതേപോലെ ശ്രീ റജി ലൂക്കോസ്, ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PV തോമസ് കൂടി ചേരുകയാണ്. ശ്രീ PV തോമസ്, എന്താണ് യഥാർത്ഥത്തിൽ ഈ മണിപ്പൂരിൽ നടക്കുന്നത്? കാരണം ഈ 1.5 വർഷമായും കലാപം ഒതുങ്ങുന്നില്ല. ചില ഇടപെടലുകളിൽ ശാന്തമാകുന്നു, വീണ്ടും അത് പൊട്ടിപ്പുറപ്പെടുന്നു. ഇപ്പോഴും നടക്കുന്ന കലാപങ്ങളിൽ വലിയ വലിയ ആയുധങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തുന്നത്.
അപ്പോൾ ഇത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കേവലമായ ഒരു സംഘർഷമാണ്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലമുണ്ട് എന്നൊക്കെയുള്ള BJP സർക്കാരുകളുടെയും സംഘപരിവാറിൻ്റെയും വിശദീകരണം വിഴുങ്ങാനാകുമോ? എന്താണ് മണിപ്പൂരിലെ യഥാർത്ഥ പ്രശ്നം? നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഇത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘടനമാണെന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വിവരിക്കുകയായിരുന്നു. മാസങ്ങൾ എത്രയായി അവിടെ കലാപം തുടങ്ങിയിട്ട്? അത് ഇന്ത്യയുടെ സംസ്ഥാനമല്ലേ? അത് നടക്കുന്നത് ആഭ്യന്തര കലഹമാണ്. അതിന്റെ അതേ ഗൗരവത്തിൽ കാണാതെ നിൽക്കുകയാണ്, അങ്ങനെ തുടരാൻ അനുവദിക്കുകയാണ്. ഞാൻ പറയുന്നത് വളരെ അനുവദിച്ചിട്ടുള്ള, ശരിക്കും മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ഹത്യയാണിത്. അത് തീർച്ചയായിട്ടും അതിനെന്താ സംഭവിച്ചിരുന്നത് അന്താരാഷ്ട്രീയ തലത്തിൽ തന്നെ എഴുതിയിട്ടുള്ളതാണ്, അവലംബിച്ചിട്ടുള്ളതാണ് ഈ മണിപ്പൂരിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ച്. അതിനെ ഇനിയും തീർച്ചയായിട്ടും പുറത്തുനിന്നുള്ള ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ നിർത്തുള്ളൂ എന്ന് തോന്നി. കേന്ദ്ര ഗവൺമെന്റ് അതിൽ ശരിയായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാവും തോന്നുന്നില്ല. അത് ന്യൂനപക്ഷ സമുദായത്തിനെതിരായിട്ട് നടത്തുന്ന സമുദായങ്ങൾക്ക് എതിരായിട്ട് നടത്തുന്ന അതിന്റെ ഒരു പ്രവർത്തനം മാത്രമാണിത്. അതൊരിക്കലും ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യത്തിൽ അനുവദിക്കാവുന്ന കാര്യമല്ല. അത് ഫാസിസ്റ്റ് രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് മണിപ്പൂരില്. അത് ഒരു കാരണവശാലും അത് വ്യാപകമാണ്. അവർ കിട്ടുന്ന ആയുധങ്ങളും കാര്യങ്ങളും എല്ലാം വിദേശ നിർമ്മിതമായിട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എവിടുന്ന് വരുന്നു എന്താണെന്നുള്ളത് അറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല, അത് തടയുന്നില്ല. അതിനൊന്നും പറ്റാതെ അത് കേന്ദ്ര ഗവൺമെന്റ് അത് തുടരട്ടെ എന്ന രീതിയിൽ അതിന്റെ പടിക്ക് വിടുകയാണ്. എന്താണ് പരസ്പരം അടിച്ച് രണ്ട് ഗോത്രങ്ങൾ ചാകട്ടെ എന്നുള്ളതാണോ? ന്യൂനപക്ഷമായിട്ട് ചാകട്ടെ എന്നുള്ളതാണോ? അതായത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ലാത്ത, നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ലാത്ത, അനുവദിക്കാൻ പറ്റില്ലാത്ത ഒരു ഹത്യയാണ് നടക്കുന്നത്. അതിനെ കേന്ദ്ര ഗവൺമെന്റ് മനഃപൂർവ്വം അനുവദിക്കുകയാണ്. തീർച്ചയായും തോമസ് മാഷെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇത് ഭരണകൂടത്തിൻ്റെ താല്പര്യക്കുറവ് തന്നെയല്ലേ? കാരണം ശരിയാണ്, സ്വാഭാവികമാണ്, ചരിത്രപരമായ പശ്ചാത്തലമുള്ള സ്ഥിതിക്ക് ഇപ്പോൾ അത് കേവലം ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് എന്ന് കാണാനാകില്ല. അതിൽ വർഗപരമായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, ചരിത്രപരമായ പ്രശ്നങ്ങളുണ്ട്, ജാതി സംബന്ധിയായ പ്രശ്നങ്ങളുണ്ട്, വിശ്വാസ സംബന്ധിയായ പ്രശ്നമുണ്ട്. ഇതൊക്കെയുണ്ട്, സ്വാഭാവികമാണ്, ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു. പക്ഷേ അതിനെ തടയിടാനും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനും അവിടുത്തെ ജനതയ്ക്ക് മുറിവുണക്കാനും അത് ആവർത്തിക്കാതിരിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിനില്ലേ? അതിൻ്റെ സഹായം മണിപ്പൂർ സർക്കാരിന് ലഭ്യമാകില്ലേ? ഇവിടെ എവിടെയാണ് ഇതിൻ്റെ താല്പര്യക്കുറവ്? ഈ താല്പര്യക്കുറവാണ് കൃത്യമായും അവിടെ ബോധ്യമാകുന്നത്. കാരണം ഈ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളിൽ ഇതിൻ്റെ വാർത്തകൾ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഈ ഒരു വിഭാഗത്തെ ഭീകരർ എന്ന് വിശേഷിപ്പിക്കുക, വേറൊരു വിഭാഗത്തെ അവിടെ തദ്ദേശീയരെന്ന് വിശേഷിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബൈഫർക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്, വേർതിരിച്ചുകൊണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നമുക്ക് ഈ ഭരണകൂടത്തിൻ്റെ താല്പര്യക്കുറവായി കാണാനാകുന്നത്? ഏതൊക്കെ വശങ്ങളാണ് അവിടെ പ്രതിഫലിക്കുന്നത്? പി വി തോമസ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ജെക്സി തോമസ് കൂടി നമ്മോടൊപ്പമുണ്ട്, CPIM നേതാവ്. ശ്രീ ജെക്സി തോമസ്, താങ്കൾ അവിടെ സന്ദർശിച്ചതാണ്. എന്താണ് മണിപ്പൂരിൻ്റെ പ്രശ്നം? ഇത്രയും നാളായി, 1.5 വർഷമാകുന്നു, അവിടെ കലാപമാണ്, ദുർബല ജനമാണ് ഇതിൻ്റെയൊക്കെ ദുരിതം അനുഭവിക്കുന്നത്. ഇപ്പോഴിതാ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ കഴിഞ്ഞ കുറേയധികം നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ വിശദീകരിക്കാൻ ഏകപക്ഷീയമായ ഒരു കലാപമെന്നോ അല്ലെങ്കിൽ സംഘർഷമെന്നോ ഉള്ള പദപ്രയോഗങ്ങൾ പോരാതെ വരും എന്നുള്ളതാണ് അവിടുത്തെ അനുഭവങ്ങൾ നമ്മളോട് വിശദീകരിക്കുന്നത്. കാരണം ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടെ നടപ്പിലാക്കപ്പെടുന്ന ഏകപക്ഷീയമായ വംശഹത്യാ സ്വഭാവമുള്ള സംഭവവികാസങ്ങളാണ് മണിപ്പൂര് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലിയിൽ മണിപ്പൂർ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി കൂടിയായിരുന്ന മെയ്ത്തെ ആരംഭയ് സിംഗ്, അദ്ദേഹം ഒരു മെയ്ത്തെ വിഭാഗത്തിൽപ്പെട്ട ഗവേഷക വിദ്യാർത്ഥിയാണ്. പക്ഷേ മാസാന്തരങ്ങൾക്ക് പുറകിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട EPW ആർട്ടിക്കിളിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു അനുഭവമുണ്ട്. അത് BJP എങ്ങനെയാണ് അവിടുത്തെ മെയ്റ്റി മെജോറിറ്റേറിയനിസത്തെ അവിടെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് മണിപ്പൂരിനെ വംശഹത്യയിലേക്കും കലാപത്തിലേക്കും നയിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് വളരെ കാലം മുമ്പേ അദ്ദേഹം സൂചിപ്പിച്ച ഒരു അനുഭവമാണ്. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴും പലപ്പോഴും മണിപ്പൂർ സംബന്ധമായ പല ചർച്ചകളും കടന്നു വന്നിട്ടില്ലാത്ത, എന്നാൽ സുപ്രധാനമായ മണിപ്പൂരിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം, അത് അവിടുത്തെ നിയമസഭാ സീറ്റുകളിലെ രാഷ്ട്രീയ അനുപാതത്തെ സംബന്ധിച്ചുള്ളതാണ്. മെയ്ത്തി വിഭാഗം അധിവസിക്കുന്ന ഇംഫാൽ ഉൾപ്പെടെയുള്ള താഴ്വര മേഖലകളിൽ 40 നിയമസഭാ മണ്ഡലങ്ങളും, എന്നാൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളായിട്ടുള്ള കുക്കി വിഭാഗം അധിവസിക്കുന്ന മണിപ്പൂരിന്റെ
വനാന്തര മേഖലകളിൽ 20 സീറ്റുമാണ്. ലളിതമായി പറഞ്ഞാൽ മണിപ്പൂരിൽ നിങ്ങൾക്ക് ഭരണം പിടിക്കണമോ, താഴ്വരയിലെ ഭൂരിപക്ഷ ജനതയെ വർഗീയമായി ഏകീകരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഭരണം പിടിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു മണിപ്പൂരിന്റെ അനുഭവം. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വിവാഹവും അതോടൊപ്പം തന്നെ പരസ്പര പൂരകമായ ജീവിതവും ഒക്കെ ഉണ്ടായിരുന്ന, പരിമിതികളോടുകൂടെയെങ്കിലും സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്ന മണിപ്പൂരിൽ BJP വന്ന് ഇറക്കിയ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് താഴ്വരയിലെ ഭൂരിപക്ഷ ജനതയെ അന്യവൽക്കരിച്ചുകൊണ്ട് അവരെ ഏകീകരിപ്പിക്കാൻ ഉള്ള ശ്രമമായിരുന്നു BJP നടത്തിയിരുന്നത്. തൽപ്രകാരം ഉണ്ടായ അനുഭവം എന്താണ്? ഇപ്പൊ കുക്കി വിഭാഗത്തിൽ ആദിവാസി വിഭാഗമാണെങ്കിലും ആ വിഭാഗത്തിൽ നിന്ന് IPSകാരും IASകാരും ഒക്കെ പിറവിയെടുത്തു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, ഈ കലാപത്തിന് ശേഷം ആദ്യം അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സന്ദർശിക്കുന്ന സമയത്ത് അവിടുത്തെ DGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. ആരായിരുന്നു DGP? അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽ ജനിച്ച, പട്ടികവർഗ വിഭാഗത്തിൽ പിറന്ന, എന്നാൽ ഇന്ത്യൻ പോലീസ് സർവീസിലേക്ക് അഭിമാനത്തോടുകൂടെ പ്രതിഭയുടെ കാര്യത്തിൽ നടന്നു കയറിയ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ നീക്കി. എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ BJP താഴ്വരയിലെ ജനങ്ങളോട് പറഞ്ഞത്? കാട്ടിൽ അധിവസിക്കുന്നവർ, ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ RSS നേതാക്കന്മാർ ആദിവാസികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം വനവാസി എന്നുള്ളതാണ്. അതായത് അവർക്ക് നാടും നഗരവും സംസ്കാരവുമായി ബന്ധമില്ല, വനത്തിൽ ജനിച്ച് വനത്തിൽ ജീവിച്ച് വനത്തിൽ മരിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് വനവാസി എന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രയോഗം ഇപ്പോഴും RSS പിന്തുടരുന്നത്. എന്തായിരുന്നു അവർ ഇറക്കിയ ട്രംപ് കാർഡ്? അവർ പറഞ്ഞു, വനത്തിൽ ജീവിക്കേണ്ട വനവാസികളുടെ മക്കളൊക്കെ താഴെ വന്ന IASഉം IPSഉം സർക്കാർ ഉദ്യോഗസ്ഥരും ബംഗ്ലാവും സർക്കാർ മന്ദിരങ്ങളിലുമൊക്കെ അധിവസിക്കുന്നു. നിങ്ങൾ താഴ്വരയിലെ ജനങ്ങൾ ഈ വനവാസികളുടെ കാല് പിടിച്ച് നടക്കേണ്ട ഗതികേട് ഉണ്ടാകുന്നു. ഞങ്ങളെ അധികാരത്തിലേറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് സംവരണം നൽകാം. എന്ത് സംവരണം? ആദിവാസികൾക്കും വനാന്തര വിഭാഗത്തിൽ കഴിയുന്നവർക്കുമായിട്ടുള്ള സംവരണം നിങ്ങൾക്ക് നൽകാം. ഇതായിരുന്നു തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയ മുദ്രാവാക്യം. ഉണ്ടായ അനുഭവം എന്താണ്? താഴ്വരയിലെ 40ഓളം വരുന്ന സീറ്റുകളിൽ മഹാഭൂരിപക്ഷവും BJP വിജയിച്ചു. കുക്കി വിഭാഗത്തെ അന്യവൽക്കരിച്ചു. മെയ്തി പോളറൈസേഷൻ ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുന്നതിന് വേണ്ടി BJP ഉണ്ടാക്കിയ മെയ്തി ഏകീകരണമാണ് ഇന്ന് കാണുന്ന മണിപ്പൂരിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ പല വിധത്തിലുണ്ടായിട്ടുള്ള വിഭാഗീയ അജണ്ടകൾ പല വിധത്തിൽ അവിടുത്തെ പശ്ചാത്തലത്തിനും സൗകര്യങ്ങൾക്കും അനുസരിച്ച് BJP ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോഴോ ആര് വിചാരിച്ചാലും തടസ്സപ്പെടുത്താനോ അവസാനിപ്പിക്കാനോ കഴിയാത്ത നിലയിൽ വംശീയമായ ഒരു ഹത്യയിലേക്ക്, ഏകപക്ഷീയമായ വംശഹത്യയിലേക്ക് അവിടെ ഈ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സമ്പൂർണമായും ഈ കാര്യങ്ങളെ വേരുകളിൽ പരിശോധിച്ചാൽ സംഘപരിവാരമാണ്, BJP-യാണ്. അവർ ഉയർത്തിയ വംശീയ രാഷ്ട്രീയത്തിന്റെ ദംഷ്ട്രകളാണ് ഇന്ന് മണിപ്പൂരിനെ ഈ ഗതിയിലെത്തിച്ചതെന്ന് കാണാൻ വേണ്ടി കഴിയും. അത് മാത്രമല്ല, ഇതിനകത്ത് വർഗ താല്പര്യങ്ങളുണ്ട്. കാരണം ഈ മലയോര ജനതയുടെ ഭൂമി തട്ടിയെടുക്കുക, പിന്നെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള ഒരു അജണ്ട കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്, വർഗപരമായി കൂടി, അല്ലേ ജെക്സി തോമസ്? തീർച്ചയായിട്ടും. ഇപ്പോൾ മണിപ്പൂർ സന്ദർശിക്കുന്ന ഏത് സമയത്തും നമ്മൾ ഇംഫാലിലാണ് വിമാനത്താവളം ഉള്ളത്. ഇംഫാൽ വിമാനത്താവളം ഇറങ്ങി താഴേക്ക് വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്ന ആദ്യത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് ഡൗൺ വിത്ത് കുക്കി നാർക്കോ ടെററിസ്റ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വനത്തിന്റെ മറവിൽ ലഹരി കൃഷി നടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരാണ് ഈ സംസ്ഥാനത്തെ ആദിവാസികൾ, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗത്തിൽ പെട്ട ജനങ്ങൾ. ഇതാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്ന ആദ്യ പോസ്റ്റർ. സാധാരണഗതിയിൽ വിദ്യാഭ്യാസപരമായി മുന്നേറ്റം കൈവരിക്കാനായ അതിന് പലവിധ കാരണങ്ങളുണ്ട്. മിഷണറിനാഥ പ്രവർത്തനവും മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നേടിയെടുത്ത മുന്നേറ്റവുമുണ്ട്. പക്ഷേ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ഒക്കെ വനവാസികളല്ലാതെ നഗരത്തോടും സംസ്കാരത്തോടും ഒക്കെ ചേർന്ന് നിന്ന് അവരുടെ പോരായ്മകളെ പരിഹരിച്ച് ഉന്നതമായ നിലയിലേക്ക് എത്തുമ്പോൾ അവരെ ശത്രുതാപക്ഷത്ത് നിർത്തിയിട്ടാണ് BJP അന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോഴത്തെ സമാനമായിട്ടുള്ള ഈ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. വനവാസികളും അല്ലെങ്കിൽ വനവാസി നിയമപ്രകാരമുള്ള അവകാശങ്ങൾ ലഭിച്ചിരുന്ന ഇത്തരം ആളുകൾ അവരാകെ നാടിന്റെ ശത്രുക്കളാണ്. ഇവർ ഇവിടെ പിറന്നവരല്ല, ഇവർ അനധികൃത കുടിയേറ്റക്കാരാണ്, ഇവർ നാടിന്റെ ശത്രുക്കളാണ്, ഇവർ കാട്ടിനുള്ളിൽ കഞ്ചാവ് കൃഷി നടത്തുന്ന ആളുകളാണ്. ഈ നിലയിലുള്ള പ്രചുര പ്രചാരമാണ് താഴ്വരയിൽ നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ താല്പര്യങ്ങൾ കൂടെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള ഇത്തരം രക്തച്ചൊരിച്ചിലേക്കും ഏകപക്ഷീയ സ്വഭാവമുള്ള വംശഹത്യയിലേക്കും ആ നാട് എത്തിപ്പെടാൻ കാരണം. തീർച്ചയായും ഇതിനൊരു പരിഹാരം എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാന നിർദ്ദേശമായി വരുന്നത്. കാരണം ഈ ഭരണകൂടത്തിൻ്റെ താല്പര്യം, നേരത്തെ ജെക്സി തോമസ് സൂചിപ്പിച്ചു, കാരണം ഭരണകൂട പക്ഷപാതത്തിൽ നടക്കുന്ന, ഭരണകൂടത്തിൻ്റെ പിന്തുണയിൽ നടക്കുന്ന ഒരു കലാപം എന്നുള്ളത് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാനാകുന്നത്. കാരണം അതാണ് പ്രധാനമന്ത്രി ഒരു വാക്ക് പോലും ഇതേ സംബന്ധിച്ച് പ്രതികരിക്കാത്തൊരു സാഹചര്യം. വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ അരവരി പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇതിന് പരിഹാരം? എങ്ങനെയാണ് ക്രിയാത്മക പ്രതിപക്ഷമായി ഇതിൽ ഇടപെടാനുള്ള സാധ്യതകൾ? അതുകൂടി ഒന്ന് നിരീക്ഷിച്ചാൽ ശ്രീ ജെക്സ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തന്നെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന്
മെയ്തി കുക്കി വിഭാഗത്തിൽപ്പെട്ട മതനിരപേക്ഷവാദികളായ സമാധാനകാംക്ഷികളായ ജനങ്ങൾ നൽകിയ മാൻഡേറ്റിന്റെ ഒരു പ്രതിഫലനമാണ്, ഒരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. വലിയ സംസ്ഥാനമൊന്നുമല്ല, പക്ഷേ സമീപ ചരിത്രത്തിൽ ആദ്യമായി അവിടെ BJPക്ക് തിരിച്ചടിയേറ്റു. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകർക്ക് താൽക്കാലികമായെങ്കിലും മണിപ്പൂരിന്റെ മണ്ണിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയപ്പെടേണ്ടതായി വന്നു. ഇപ്പോൾ ഇനി കാണുവാൻ വേണ്ടിയിരിക്കുന്നത് സ്വാഭാവികമായി ബീരൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ മന്ത്രിസഭയും സർക്കാരും പരിപൂർണമായ പക്ഷപാതിത്വത്തോടുകൂടെയും ഈ പറയുന്ന വിഭാഗീയ ഏകീകരണം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. പക്ഷേ ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാനന്തരമുള്ള സംഭവവികാസങ്ങൾ സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഭാഗീയ അജണ്ടകൾക്കെതിരെ വൈകിയെങ്കിലും തിരിച്ചറിവ് നേടിയ പ്രബുദ്ധതയോടുകൂടെ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി മെയ്തി കുക്കി വിഭാഗത്തിലെ നല്ലൊരു വിഭാഗം വരുന്ന ആളുകൾ, സമാധാനകാംക്ഷികളായ മതനിരപേക്ഷവാദികളായ മനുഷ്യന്മാർ മുൻകൂട്ടേക്ക് വന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആസന്നമാകാൻ വേണ്ടി പോകുന്ന മറ്റു തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ നിന്നും BJPയുടെ പരാജയത്തെ മാത്രമായിരിക്കും സമാധാനത്തെ ഉറപ്പുവരുത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം. അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങളിലും പെട്ട തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് ആയുധവും പണവും അക്രമവും നടത്താനുള്ള ആധുനിക സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ സംഘപരിവാർ സ്പോൺസർഷിപ്പോടുകൂടെ പരോക്ഷമായ പിന്തുണയോടുകൂടെ നൽകുകയും കലാപം നിർത്താതെ ഉമിത്തി പോലെ കത്തിയിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംഘപരിവാർ താല്പര്യം. പക്ഷേ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് അടക്കം വെളിവാക്കുന്നുണ്ട്. നമുക്ക് അക്കാര്യത്തിൽ പ്രതീക്ഷാനിർഭരമായ ചില അംശങ്ങൾ മണിപ്പൂരിൽ നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷെ പരിപൂർണമായും ഇത് അവസാനിക്കണമെങ്കിൽ ഒന്നെങ്കിൽ സംഘപരിവാരം ഇത്തരത്തിൽ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണം, അല്ല എങ്കിൽ ജനായത്ത രാഷ്ട്രീയത്തിൽ നിന്നും മണിപ്പൂരിന്റെ മണ്ണിൽ സംഘപരിവാരത്തെ തോൽപ്പിക്കാനും തൂത്തെറിയാനും അവിടുത്തെ ജനതയ്ക്ക് കഴിയണം. ശരിയാണ്, പ്രായോഗികമായുള്ള ഇതിൻ്റെ പരിഹാരം കൂടിയാണ് നിർദ്ദേശം. പക്ഷേ അത് എത്ര കൊണ്ട് ബുദ്ധിമുട്ടാണ്, എത്ര കണ്ട് അകലെയാണ് എന്നുള്ളത് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നു. പക്ഷേ അതിലേക്ക് എത്തിയില്ലെങ്കിൽ വലിയ കലാപം, വലിയ രക്തച്ചൊരിച്ചിൽ വീണ്ടും മണിപ്പൂരിലുണ്ടാകും. ഇന്ത്യയുടെ ഒരു സംസ്ഥാനം തന്നെയാണ് മണിപ്പൂർ, നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് ഇങ്ങനെ തമ്മിലടിച്ച് പൊലിഞ്ഞു വീഴുന്നത്. ഇതാണ് ഏറ്റവും പ്രധാന ഒരു വിഷയമായി ഉയർത്തേണ്ടത്. അത്തരത്തിലൊരു സാമൂഹിക ബോധം കൂടി ഇന്ത്യയിൽ രാജ്യത്താകമാനം ഉയരേണ്ടതുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനോടൊപ്പം റജി ലൂക്കോസ്, നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഇപ്പോൾ ജേക്സി തോമസ് ആയാലും അഡ്വക്കേറ്റ് PS സലീം ആയാലും പ്രതികരിച്ചതിലെ നാം വായിച്ചെടുക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കാരണം ഭരണകൂട സ്പോൺസേഡാണ് അവിടുത്തെ അക്രമങ്ങൾ. അത് ഒരു വിഭാഗത്തെ മാത്രം കൈയൊഴിഞ്ഞ് മെയ്യൊഴിഞ്ഞ് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് അവിടുത്തെ കലാപത്തിൻ്റെ അടിസ്ഥാനമായി രൂപപ്പെടുന്നത്. അത് മാറാതെ എന്തൊക്കെ മരുന്നുകൾ പുരട്ടിയിട്ടും അവിടെ പ്രയോജനമില്ല. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ വളരെ ആത്മാർത്ഥമായ ഇനിഷ്യേറ്റീവ് എടുക്കണം. പക്ഷേ അവർക്കത് ഇനിഷ്യേറ്റീവ് എടുക്കാനാകത്തില്ല, കാരണം അതിലുള്ള ഉള്ളടക്കം അങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ കാതലായ പ്രശ്നം, അല്ലേ റജി ലൂക്കോസ്? തീർച്ചയായിട്ടും. അത് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഭരണകൂട നിസ്സംഗത മാത്രമല്ല, ഭരണകൂട ഭീകരതയെ കൂടിയാ. ഞാൻ നേരത്തെ 2 തവണ സൂചിപ്പിച്ചു, ലോകത്തെ തന്നെ ഏറ്റവും വമ്പൻ സൈന്യശക്തിയായ ഇന്ത്യക്ക് ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു, 6 മാസങ്ങൾക്ക് മുമ്പ് സുഡാനിൽ ഒരു വംശീയ കലാപമുണ്ട്. നമുക്കറിയാം, ഏത് നിമിഷവും വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട് നൂറുകണക്കിന് ആൾക്കാരെ കൊലയപ്പെടുന്ന ഒരു രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്നത്. വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം പോലും. ആ സുഡാനിൽ 28 ദിവസം കൊണ്ട് ആ വംശീയ കലാപം അവർ അവസാനിപ്പിച്ചു. നമ്മുടെ ഒരു മലയാളി വ്ളോഗറാണ് അവിടുന്ന് അന്ന് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളോടും അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓർക്കുന്നുണ്ട് ജിംഷാദ്? അങ്ങനെയുള്ള വ്യവസ്ഥാപിതമായ ഭരണകൂടം ഇല്ലാത്ത രാജ്യത്ത് പോലും, ഈ ആഫ്രിക്കൻ കൺട്രി പോലും ഇത് അടിച്ചമർത്താൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മണിപ്പൂരിൽ ഇത് നടക്കുന്നില്ല? 28 ലക്ഷം ജനങ്ങളെ ഉള്ളൂ. നമ്മുടെ പാലക്കാട് ജില്ലയുടെ വലിപ്പമുള്ളവിടെ, അവിടെ യാത്ര ചെയ്തവർക്കറിയാം ഇത്ര മനോഹരമായ ഒരു രാജ്യം. അപ്പൊ ഒരു സംശയമില്ല, ഭരണകൂടം മനസ്സ് വെക്കാതെ കണ്ട് ഇത് തീർത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്നും തുല്യമായിട്ട് കാണാമെന്നും പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തൊരു പ്രധാനമന്ത്രി മന്ത്രിമാരുമല്ലേ കേന്ദ്രം ഭരിക്കുന്നത്? അവരെന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിന് അവഗണിക്കുന്നത്? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. എന്തുകൊണ്ടാ ചെയ്യുന്നില്ല? അതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനകത്തൊരു അജണ്ടയുണ്ട്. ഞാൻ ആ അജണ്ട 2 രീതിയിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞ സാമ്പത്തിക അജണ്ട, മറ്റതൊരു വംശഹത്യ. ഈ 2 വിഭാഗങ്ങളും തമ്മിലുള്ളത്. അവിടെ കുക്കികൾ എന്ന് പറയുന്ന വർഗം 26% ഉള്ളൂ. ചെറിയൊരു ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. ബാക്കി വരുന്ന ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് ഇംഫാൽ താഴ്വരയിൽ സുരക്ഷിതമായിട്ട് താമസിക്കുന്ന, മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ആസ്വദിക്കുന്ന, ഏറ്റവും കൂടുതൽ സർക്കാർ ജോലികളിലുള്ള മെയ്തി വർഗമാണ്. അവർക്ക് പ്രശ്നമില്ല, അവർ സുരക്ഷിതരാണ്. അവരെ സംരക്ഷിക്കാൻ അവിടുത്തെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എന്താ പറയാ എപ്പോഴും ശ്രദ്ധാലുക്കളാണ്. ഈ കുക്കികളെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. അവർക്ക് ഭക്ഷണവും വെള്ളവും ശുചി മുറികളും സൗകര്യങ്ങൾ പോലും ഇല്ലാതെ നരകയാതന അനുഭവിക്കുകയാണ്. ഇനി കുക്കികളെ കുറിച്ച് വേറെ ഒന്നും പറയാം. കുക്കികൾ വിദ്യാസമ്പന്നരാണ്, വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ് കുക്കികള്. മേരികോം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അഭിമാനമുണ്ട്. ഒളിമ്പിക്സ്
ഒരു കാര്യം ഇവിടെ, ഒറ്റ കാര്യം ഇവിടെ, മേരി കോം നമുക്ക് രാജ്യത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടി തന്ന മേരി കോമിന്റെ ഒരു സോഷ്യൽ മീഡിയയിലെ അവരുടെ ഒരു വിലപിച്ചുകൊണ്ടുള്ള ഒരു ഇതുണ്ടായിരുന്നത്. അതാണ് ലോകം മുഴുവൻ ആദ്യം ശ്രദ്ധിച്ചത്. എന്റെ നാട് കത്തുന്നു, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങൊന്ന് ഇടപെടുമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിനോട് പറഞ്ഞ മേരി കോം എന്ന് പറയുന്ന രാജ്യത്തിന് അഭിമാനപുത്രിയായ ഗുസ്തി താരം പറഞ്ഞ ആ ഒരു കണ്ണീര് ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ കണ്ണു തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ വംശഹത്യക്ക് വേണ്ടി മാത്രം നിസ്സംഗരായിട്ട് കട്ടന് പുറകിൽ നിൽക്കുകയാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ. കേന്ദ്ര സർക്കാർ ഒരു മിനിറ്റ് തീരുമാനിച്ചാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഒറ്റ തീരുമാനം എടുത്താൽ 24 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന വംശീയ കലാപം അവിടെ അടിച്ചമർത്തപ്പെടും. 24 മണിക്കൂർ കൊണ്ട് ഒതുങ്ങാവുന്ന കലാപമാണെങ്കിൽ പോലും അതിൽ ഇടപെടാനുള്ള മനസ്സ് ഭരണകൂടത്തിനില്ല. കാരണം അതിൻ്റെ വർഗ താല്പര്യങ്ങൾ, വർഗീയ താല്പര്യങ്ങളൊക്കെ ആ രീതിയിലാണ് ചലിക്കുന്നത്. പക്ഷേ മേരി കോമിൻ്റെ കരച്ചിൽ ഒരുപക്ഷെ അതിൻ്റെ പ്രതീകം മാത്രമാണ്. അവിടെ നിരവധി പേർ കരയുകയാണ്. കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ, ദുർബലരായ ജനവിഭാഗമൊക്കെ, ഏത് വിഭാഗത്തിലും പെട്ട ദുർബലരാണ് ഇതിൻ്റെയൊക്കെ തീക്ഷ്ണ ഫലങ്ങൾ അനുഭവിക്കുന്നത്. അവർ കരയുകയാണ്. രാജ്യം മുഴുവൻ വേദനിക്കുകയാണ്. ഒരു കളങ്കമായി രാജ്യത്തിൽ ഈ മണിപ്പൂർ നിൽക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് സ്നേഹം തൂകാൻ, സമാധാനം തൂകാൻ ആരുണ്ട് ഇവിടെ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കേന്ദ്ര ഭരണകൂടവും മണിപ്പൂർ ഭരണകൂടവും ഒക്കെ കണ്ണു തുറക്കേണ്ടതുണ്ട് ഒരിക്കൽ കൂടി. എന്തായിരുന്നാലും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.